ഓരോ മഴക്കാലത്തും പ്രാണഭയത്തോടെ അന്തിയുറങ്ങാൻ വിധിക്കപ്പെട്ട പീരിമേട് ടീ കമ്പനിയിലെ തൊഴിലാളികൾ. മഴ ശക്തമായതോടെ ലേയങ്ങൾ തകർന്നു തുടങ്ങി. മഴയത്ത് ലേയങ്ങൾ ചോർന്നൊലിക്കുന്നതിനാൽ ജീവനിൽ ഭയന്നാണ് ഇവർ ദിനരാത്രങ്ങൾ തള്ളി നീക്കുന്നത്. തൊഴിലാളികൾ ദുരവസ്ഥയിൽ കഴിയുന്നത് കണ്ടിട്ടും അധികൃതർ മൗനം നടിക്കുകയാണ്. പീരിമേഡ് ടീ കമ്പനി തൊഴിലാളികളുടെ ദുരിതം ആരംഭിച്ചിട്ട് 24 വർഷം പിന്നിടുകയാണ്. കമ്പനി ഉടമ ഉപേക്ഷിച്ചു പോയത് 2000-ലാണ്. അന്നു മുതൽ തൊഴിലാളികളുടെ കഷ്ടകാലവും ആരംഭിച്ചു. യൂണിയൻ നേതാക്കൾ വീതിച്ചു നൽകിയ തേയിലച്ചെടിയിൽ നിന്ന് കൊളുത്തുനുള്ളി വിൽപ്പന നടത്തുന്നതിനാൽ അന്നത്തിന് മുട്ടില്ല. എന്നാൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച ലയത്തിലാണ് അവർ ഇന്നും താമസിക്കുന്നത്. ആരോഗ്യം നഷ്ടപ്പെട്ട ലയം ഏതു സമയവും തകരുന്ന അവസ്ഥയിലുമാണ്. ഭൂരിഭാഗം ലയങ്ങളും ഈ അവസ്ഥയിലാണ്. മഴ പെയ്താൽ ലയത്തിനുള്ളിൽ പാത്രങ്ങൾ പെറുക്കി വെച്ചാണ് മഴയെ പ്രതിരോധിക്കുന്നത്. രാത്രികാലങ്ങളിൽ ലയങ്ങൾ ഇടിഞ്ഞു വീഴുന്ന ശബ്ദം തൊഴിലാളികളെ പേടിപ്പെടുത്തുകയാണ്. ലയത്തിന്റെ ഭിത്തി ഇടിഞ്ഞു പോയി. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നതാ. പിന്നെ വീടെല്ലാം ഇടിഞ്ഞു പോയി. എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. പിന്നെ എപ്പോഴാ താഴെ രാത്രി പേടിച്ചിട്ട് കിടക്കണ്ട. ഞാൻ എല്ലാ ആൾക്കാരെയും പാർട്ടിക്കാരെയും മെമ്പറിനെയും ഒക്കെ വിളിച്ചിട്ട് അവരെല്ലാം വന്ന് നോക്കിയിട്ട് പോയതല്ല, ഒരു രക്ഷയില്ല. മൊത്തം ഇടിഞ്ഞു പോയത് ആളുടെ ഇപ്പോൾ വീഴുന്ന പോലെ കിടക്കും. എനിക്ക് പേടിച്ചിട്ട് കിടക്കണ്ട. കഴിഞ്ഞ ദിവസത്തെ മഴയിൽ 23-ാം നമ്പറിലെ ഒരു ലയം ഇടിഞ്ഞു വീണു. ഇതോടെ സമീപത്തെ ലയങ്ങളിൽ താമസിക്കുന്നവരുടെ ഉറക്കവും നഷ്ടപ്പെട്ടു. സംഭവം പറഞ്ഞ യൂണിയൻ നേതാക്കളും ഉദ്യോഗസ്ഥരും സ്ഥലത്ത് വന്നു പോയതല്ലാതെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. തൊഴിലാളികൾക്ക് ഫ്ളാറ്റ് സമുച്ചയം പണിതു നൽകും, വീടുകൾ പണിതു നൽകുമെന്ന് ഗവൺമെന്റ് പറയുന്നതല്ലാതെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. മറ്റൊരു പെട്ടിമുടി ദുരന്തം ഇവിടെ ആവർത്തിക്കുമോ എന്ന വിഷമത്തിലാണ് തൊഴിലാളി കുടുംബങ്ങൾ. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.